വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ബക്കു സിറ്റി ടൂറിന് ശേഷം ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നു ഷഹദാഗ് മൗണ്ടെയിൻ റിസോർട്ട് അല്ലേ. സോ നമ്മളിന്ന് ഷഹദാഗിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഇപ്പോൾ ടെമ്പറേച്ചറും കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അവിടെ പോയാലാണ് സിറ്റുവേഷൻസ് അറിയത്തുള്ളൂ. സോ എല്ലാ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സെറ്റപ്പായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാൻ കൂടെ നമ്മൾ വഴിയിലുള്ള കാഴ്ചകളും കൂടി കാണിക്കാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ വന്നു, നമ്മൾ കയറുകയാണ് അല്ലേ സഞ്ജയ്? അപ്പോൾ ഗൈസ്, നമ്മൾ ഷഹദാഗിലേക്ക് പോവാണ്. ബക്കുവിൽ നിന്ന് ഷഹദാഗിലേക്ക് ഏകദേശം 3 മണിക്കൂറിലധികം ദൂരമുണ്ട്. അത്രയും ദൂരം നമ്മൾ കാറിൽ ട്രാവൽ ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ നേരത്തെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉച്ചയ്ക്ക് മുന്നേക്കെ ആയിട്ട് ഷഹദാഗ് എത്താനായിട്ട് പറ്റും. വൈകുന്നേരം ഒരു 4 മണി 5 മണിയോടുകൂടി നമുക്ക് റിട്ടേൺ വരേണ്ടതായിട്ടുണ്ട്. സോ എന്നാലാണ് നമുക്കൊരു 3 hours എങ്കിലും മിനിമം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം റിട്ടേൺ വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലൊക്കെ ലേറ്റൊക്കെ കുറവായിരിക്കും, ഇരുട്ടാവും പെട്ടെന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ഇറങ്ങേണ്ടതായിട്ടുണ്ട് എന്നാണ് ഗൈഡ് പറഞ്ഞത്. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കുറേ ഫാമുകളും അതുപോലെ തന്നെ പല പല സിറ്റി കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ സിറ്റിയും ഓരോ ടൈപ്പാണ്. Monster is nice. Okay, roller is okay for baby, no? Yeah. Safe, no? I use with my daughter. Okay, then okay. സോ ഫൈനലി നമ്മൾ നമ്മുടെ ഷഹദാഗ് മൗണ്ടെയിൻ്റെ അടുത്തേക്ക് എത്താൻ പോവാണ്. കണ്ടോ, ആ സ്നോയൊക്കെ കണ്ടോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ മെയിൻ ആയിട്ടുള്ള 2 ആക്ടിവിറ്റി എന്ന് പറയുന്നത് കേബിൾ കാറും റോളർ കോസ്റ്ററും ആണ്. അപ്പോൾ കേബിൾ കാർ എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലോട്ട് വരെ മാത്രമേ ഉള്ളൂ, അധികം ഡിസ്റ്റൻസ് ഇല്ല. സോ ബെറ്റർ, ഏറ്റവും നല്ലത് ഗബാലയിൽ പോയിട്ട് കേബിൾ കാർ ചെയ്യുന്നതാണ്. അവിടെ 4 പോയിന്റിലോട്ട് ആണ് ഡിസ്റ്റൻസ് ഉണ്ട്. സോ ഞങ്ങൾ വിചാരിച്ചു വന്ന പിന്നെ ഗബാലയിൽ പോയിട്ട് കേബിൾ കാർ ചെയ്യാം, ഇവിടെ റോളർ കോസ്റ്ററും ചെയ്യാമെന്ന്. റോഡിന് 2 സൈഡിലും സ്നോ ഉണ്ടായിരുന്നു. സോ അത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഫുള്ള് മുകളിൽ കോടയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ചെന്ന് കഴിയുമ്പോൾ സ്നോ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് ഡൗട്ട് ഉണ്ടായി. കാരണം വരുന്ന വഴിയിലൊക്കെ കൂടുതലും കോടയായിരുന്നു. ഭാഗ്യത്തിന് അവിടെ ചെന്നപ്പോൾ നമ്മൾക്ക് സണ്ണിയായി. സോ അത് നമ്മുടെ ഭയങ്കര ഒരു ഭാഗ്യമാണ്. എപ്പോഴും അത് കിട്ടണം എന്നില്ല. സോ നമുക്ക് അങ്ങനെ കിട്ടിയാലേ നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും ഒന്ന് എൻജോയ് ചെയ്യാനും പറ്റത്തുള്ളൂ. അതുപോലെ തണുപ്പും കുറച്ചും തോന്നുള്ളൂ. ഒരു ബ്രഷില്ല, അടിപൊളി സ്ഥലം. സ്നോ ആണ് അല്ലേ? അതെ, ഫുള്ള് സ്നോ ആണ്, നല്ല തണുപ്പുണ്ട്. സോ ഞങ്ങളിവിടെ സ്നോയിൽ കളി തന്നെയാണ്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പോലും മറന്നു പോവാണ്. സ്നോയിൽ കളിക്കാനുള്ള ഒരു ആവേശം കൊണ്ട്. ഈശക്കുട്ടിയാണെങ്കിൽ ഭയങ്കര സ്നോ കളിയാണല്ലേ, സ്നോ വാരി എറിയാണ്. ഈശക്കുട്ടി അടിപൊളി, സൂപ്പർ എക്സ്പീരിയൻസ്. ഒരാളവിടെ സ്ലൈഡ് ചെയ്ത് കളിക്കാണ്. ചേട്ടന്റെ കൂടെ ഒരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ്റെ കൂടെ സ്ലൈഡ് ചെയ്ത് കളിക്കാണ്. നമ്മളിവിടെ സൂപ്പർ സ്നോ. ഇത് നല്ല ഫ്രഷ് സ്നോ ആട്ടോ, പൊളിയാട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി.
യെസ്, ഗൈസ് അപ്പൊ നമ്മളിപ്പോ റോളർ കോസ്റ്റർ ചെയ്യാൻ പോവാണ്. നമ്മളുടെ വേറെ ഫാമിലിയും കൂടി ഉണ്ട്. അതെ. പേര് പറയും. അയ്യോ, എല്ലാരും ഉണ്ട്. ചെയ്യുമ്പോ ചിലപ്പോ വീഡിയോ എടുക്കാൻ പറ്റില്ലാന്ന് വരും. അതെ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പോകണം. എക്സ്പീരിയൻസ് പറയാം എടുത്തില്ലെങ്കിലും. അതെ വന്നിട്ട് ബാക്കി പറയാം. അതെ 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 അടിപൊളി അടിപൊളി. ഇതാണ് റോളർ കോസ്റ്ററിന്റെ ബഗ്ഗി. കാറോടിച്ച് സഞ്ജു ഓൾറെഡി ഫ്രണ്ടിൽ പോയി. നമ്മളിതേ പോവണ്ട. ഈശക്കുട്ടി കാറോടിക്കാനോ? ഈശക്കുട്ടി വാ, ഈശക്കുട്ടി പിടിച്ചിരുന്നോ? ഓയ്യോ, ഓയ്യോ. ഇഷ്ടായ ഈശക്കുട്ടി? ഇഷ്ടായ? അടിപൊളി. നൈസ്. അങ്ങനെ നമ്മൾ റോളർ കോസ്റ്റർ അവര് വന്നുണ്ട് ഈശക്കുട്ടി. സ്നോ നോക്കി ഈശക്കുട്ടി. ഇഷ്ടായ ഈശക്കുട്ടി? ഈശക്കുട്ടി സൂപ്പർ. നമിത ഫ്രണ്ട്. ഓയ്യോ, നമ്മൾ താഴേക്ക് വന്നത്. ഈശക്കുട്ടി വിളിച്ചിരുന്നോ? ഓയ്യോ, ഒരു രസമല്ലേ ഇതൊക്കെ, ഒരു ഓർമ്മയല്ലേ? ഞാൻ മൂക്ക് മാത്രമേ ഉള്ളൂ, കണ്ണു മാത്രമേ ഉള്ളൂ. അവര് ബാക്കിൽ ഇല്ലല്ലോ. അയ്യാ, പറ്റൂലല്ലോ. ഇറങ്ങുമ്പോഴാണ് എടുക്കണ്ടേന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞ അങ്ങനെയാണ്. പക്ഷെ ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് സാധനം തന്നെ കേട്ടോ അത്. അറിയോ? ഏയ് കൂവാം, കൂവുമ്പോ നമുക്ക് പേടി പോവും. അല്ല, അവര് നിർത്തി നിർത്തി വന്നേ. തിരിച്ചിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ പയ്യാണോ വന്നേ? എന്നിട്ട് ഇവിടെ റോളർ കോസ്റ്റർ ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റി ആണ് കേട്ടോ. ഞങ്ങൾക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ കുട്ടികളെയും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റിയും കൂടിയാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെയും ചെയ്യാൻ പറ്റും. അവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അവൾക്ക് അവിടെ നിന്ന് പോരുന്നേ ഉണ്ടായിരുന്നില്ല, അത്രയും ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പോകുമ്പോൾ സ്പീഡ് കുറച്ച് കുറവായിരിക്കും. പോകുമ്പോൾ നമുക്ക് വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റി. പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡിൽ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് തന്നെ സ്പീഡ് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷെ എപ്പോഴും അത് നമുക്ക് ആ സ്പീഡിൻ്റെ സംഭവം യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്കൂടെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ അസർബൈജാൻ ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ നമുക്ക് അസർബൈജാൻ ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് പോവാം. ഇല്ല. പോകുന്ന വഴിയൊക്കെ ഫുള്ള് കോടയാണ് കേട്ടോ. സോ നമ്മൾ ഇവിടെ വരുന്നതിന് മുന്നേ റെൻ്റ് കാറൊക്കെ എടുക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷേ
അത് ഏറ്റവും നല്ല ഓപ്ഷൻ ആയിരുന്നു എടുക്കാതിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ഒരു എക്സ്പേർട്ടിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗൈഡിനെ കൊണ്ടോ ഒക്കെ ഇപ്പോൾ നമുക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം വഴി പോലും കാണുന്നില്ല അത്രയും കോടയായിട്ട്. സോ അതുകൊണ്ട് റെൻ്റ് കാർ ഈ സമയത്ത് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലാത്ത ടൈമിലൊക്കെ അല്ലാത്ത സീസണിലൊക്കെ വരുമ്പോൾ നമുക്ക് റെൻ്റ് കാറൊക്കെ എടുത്തിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഒടുക്കത്തെ ഫോഗാണ് ഇവിടെ. ലെറ്റ്സ് ഗോ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. ആണോ? ഒന്ന് വേഗം വാ, അകത്ത് കയറാം, നല്ല തണുപ്പുണ്ട്. സോ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം അല്ലേ? ഹലോ, താങ്ക് യു. കിടില ആംബിയൻസ് അല്ലേ? ഈ റൈറ്റ് സൈഡിലെ സാധനം നമ്മൾ കാണണ്ട, ഉറങ്ങാണ്. കണ്ടാ പിന്നെ അതിൽ കയറണം എന്ന് പറയുമ്പോ വാവ്, കിടിലോസ്കി സ്ഥലം. നല്ല തണുപ്പാണ് കേട്ടോ ഗൈസ്. ഇതൊരു റെസ്റ്റോറൻറ്റ് പോലല്ലേ, ഒരു റിസോർട്ട് പോലെ തോന്നണല്ലേ? അതാണ് ആക്ച്വലി ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു റിസോർട്ട് പോലെ തോന്നണല്ലേ. അത്ര വലിയ ഏരിയ, അതും നല്ല അടിപൊളി ആംബിയൻസ് കേട്ടോ, കിടുക്കൻ. ഇതുപോലെ ഒരു ഹട്ട് പോലെ ഇങ്ങനെ കുറേ അല്ലേ, ഓരോരോ ഹട്ട് പോലെ ആണ്. ഓരോ ഫാമിലിക്ക് ഇരിക്കാൻ പറ്റിയ ഓരോ ഹട്ടുകൾ പോലെയാണ്. സോ നമുക്കിവിടെ പോവാം. 7 നമ്പർ. ഓക്കെ, എടുക്കാൻ പറ്റുമോ? ഓ, ടി വി ഒക്കെ ഉണ്ട്, അതിന് സെറ്റപ്പിലാണ്. ഇവിടെ കോട്ടുണ്ട്, ഇതൊക്കെ പൊത്തുണി ഒക്കെ ഉണ്ട്. വാവ്. മതി. മിക്സാജ് മിക്സാജ് ലാമ്പും ബീഫും ചിക്കനൊക്കെ കൂടിയിട്ടുള്ള ഇതൊരു എന്താ ബേസിക് സാലഡാണ്. പിന്നെ ജോർജിയൻ അല്ല, അസർബൈജാൻ ബ്രെഡ് അങ്ങനെയൊക്കെയുണ്ട്. ടിൻഡോ കൂടെ നോക്കി. ഹായ്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. ഇഷക്കുട്ടി കളി തുടങ്ങിയല്ലേ? ലെറ്റ്സ് ഗോ ഇഷക്കുട്ടി, കം, ഗുഡ് ഗേൾ. അടിപൊളി എലഫന്റ്. ഇതാണ് എക്സിറ്റ്. ഇവിടെ വലിയ കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ലയൺ ഉണ്ടടാ, ലയൺ സ്റ്റാച്ചു. ഓ ലയൺ കുട്ടി കണ്ടാ ലയൺ. ഇവിടെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഷഹദാഗിൽ നിന്ന് നേരെ എവിടേക്ക് വന്നു? ബക്കൂലേക്ക് വന്നു. നമ്മൾ തിരിച്ച് ഹോട്ടലിൽ വന്നു. ഇനി നാളെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് വി ആർ ഗോയിങ് ടു ഗബാല. സോ നമ്മളിനി ഗബാലയുടെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ. അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ. ഇവിടുത്തെ യേശുക്കുട്ടി ഇവിടെ നോക്കി കൊടുക്ക്. Okay, bye.